പക്ഷേ നമ്മൾ പല ട്രോളുകളൊക്കെ കണ്ടിട്ടുള്ള അവസ്ഥയാണ്. നമ്മുടെ ഏതെങ്കിലും ഗ്രൂപ്പിലേക്ക് നമ്മൾ അയച്ച വീഡിയോ മാറിപ്പോയി, വേറെ ഏതെങ്കിലുമൊക്കെ വീഡിയോ ആയിപ്പോയി, ആ വെപ്രാളത്തിൽ ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുക്കുന്നതിന് പകരം ഡിലീറ്റ് ഫോർ മീ കൊടുത്തു, കഴിഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലേ, നമ്മൾ പെട്ട്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. വാട്സാപ്പ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറിയിരിക്കുകയാണല്ലേ. നമ്മളുദ്ദേശിച്ചത് സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നവരാണ്. ഇപ്പോൾ ആൻഡ്രോയിഡ് ആയാലും അല്ലെങ്കിൽ ഐഫോണൊക്കെ യൂസ് ചെയ്യുന്നവർ. ഇപ്പോൾ ഇത് സാധാരണ ബേസ് മോഡൽ ഫോൺസ് യൂസ് ചെയ്യുന്നവരുണ്ട്, ഫോണേ യൂസ് ചെയ്യാത്തവരുണ്ട്, കുറച്ച് പ്രായമുള്ളവരൊക്കെ ആയിരിക്കും ആ ഒരു കാറ്റഗറി മെയിനായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ അവരെ മാറ്റി നിർത്തിയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വാട്സാപ്പുമായി ബന്ധപ്പെട്ട കുറേ അപ്ഡേറ്റുകളാണ്. തീർച്ചയായിട്ടും നമ്മൾ കേട്ടിരിക്കേണ്ട കുറച്ച് സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അതാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്തായാലും ഇന്ത്യയിൽ ഒരു ഇൻ്റർനെറ്റ് വിപ്ലവം ഉണ്ടാകുന്നത് എപ്പോഴാണ് നോക്കുവാണെങ്കിൽ ജിയോ വന്നപ്പോഴാണല്ലേ, 2016 ഞാൻ തോന്നുന്നു. ആ ഒരു സമയത്ത് അത്രയും നാൾ 3G ഇൻ്റർനെറ്റ് വളരെ വില കൂട്ടിയില്ല. 1 GB തന്നെ 350 രൂപയ്ക്കൊക്കെയാണ് ഇവിടുത്തെ മറ്റ് ടെലികോം ഓപ്പറേറ്റേഴ്സ് വിറ്റുകൊണ്ടിരുന്നത് അല്ലേ. പെട്ടെന്നായിരുന്നു ജിയോയുടെ വരവ്. അവർ 4G ഡാറ്റ ഫ്രീ ആയിട്ട് ഹോൾ ഇന്ത്യയിൽ, മൊത്തം ഇന്ത്യയിൽ കൊടുത്തു തുടങ്ങിയാണ്. അങ്ങനെ ഇവിടെ വലിയൊരു വിപ്ലവം ഉണ്ടാവുകയാണ്. പിന്നീട് അങ്ങോട്ട് ജിയോ ചാർജ് ചെയ്യാൻ തുടങ്ങിയെങ്കിലും എല്ലാ കമ്പനികൾക്കും ജിയോടൊപ്പം വില കുറയ്ക്കേണ്ടി വന്നു. എന്നിട്ട് പോലും അവർ വലിയ നഷ്ടത്തിലായി മാറുകയായിരുന്നു. കൂടുതൽ യൂസേഴ്സ് ഇപ്പുറത്തേക്ക് ചാടുകയായിരുന്നു. കാരണം തീരെ വില കുറഞ്ഞ ഇൻ്റർനെറ്റ്, അതും ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ലഭ്യമായതോടുകൂടിയിട്ടല്ലേ. അങ്ങനെ ഇൻ്റർനെറ്റ് റെവല്യൂഷനൊക്കെ വന്നപ്പോൾ ഇവിടെ വ്യാപകമായിട്ട് കൂടി ഒന്നാണ് നമ്മുടെ ഈ ഒരു ഇൻ്റർനെറ്റ് കോൾ എന്നുള്ളത്. പ്രധാനമായിട്ടും വാട്സാപ്പ് കോള്, അല്ലെങ്കിൽ ടെലഗ്രാമിലൂടെ വിളിക്കുക, നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ കോള്, പിന്നെ ഇപ്പോൾ ക്ലാസ് പോലുമല്ല, ഗൂഗിൾ മീറ്റ്, മറ്റേ സ്കൈപ്പ്, മറ്റേ വേറൊരു സാധനം ഉണ്ടല്ലോ സൂം മീറ്റ്, ഇതിൽ കൂടെയൊക്കെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. നിലവിൽ ഇതിങ്ങനെ വ്യാപകമായിട്ട് കൂടിയപ്പോഴേക്കും നമ്മുടെ ടെലികോം കമ്പനിക്കാർ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്തെന്ന് കഴിഞ്ഞാൽ, നമ്മുടെ ടെലികോം ഓപ്പറേറ്റേഴ്സ് പ്രധാനമായിട്ട് ചെയ്യുന്നത് എന്താണ്, കോളുകൾ. അതവർ വലിയൊരു ഫാക്ടർ തന്നെയാണ് അവരുടെ മാർക്കറ്റിൽ, അവരുടെ ലാഭത്തിനെ നിശ്ചയിക്കുന്നത് അല്ലേ. പക്ഷേ ഇങ്ങനെ വന്നപ്പോഴേക്കും ഇൻ്റർനെറ്റിലൂടെയായി ഭൂരിഭാഗം കോളുകളും. കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിക്കുകയാണെങ്കിൽ അവനും ഹൈ സ്പീഡ് നെറ്റ് ഉണ്ട്, എനിക്കും നെറ്റ് ഉണ്ട്. പെട്ടെന്ന് വാട്സാപ്പിലാണെങ്കിൽ ഒറ്റ സെക്കൻഡിൽ തന്നെ കോള് പോകുന്നു, നല്ല ഓഡിയോ ക്ലാരിറ്റിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും അല്ലേ. മറിച്ച് സാധാരണ ഫോൺ കോൾ ആണെങ്കിൽ ഇങ്ങനെ വിളിക്കും, ടു 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 എന്നും പറഞ്ഞ് നിന്നിട്ട് പതുക്കെ കണക്റ്റ് ആയി അതിനുശേഷം വളരെ കുറഞ്ഞ ക്ലാരിറ്റിയിലായിരിക്കും നമ്മൾ ചിലപ്പോൾ കേൾക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ വാട്സാപ്പിലൂടെ വിളിക്കാമെന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കുണ്ട്. വാട്സാപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആകട്ടെ, ടെലഗ്രാം ആകട്ടെ, അങ്ങനെ പല ഈ ഒരു മെസ്സേജിങ് പ്ലാറ്റ്ഫോംസിൽ ഈ ഒരു കോളിംഗ് ഫെസിലിറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ്, ഓഡിയോ ആയാലും വീഡിയോ ആയാലും അല്ലേ. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, വാട്സാപ്പ് എന്ന് പറയുന്നത് വളരെ സക്സസ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. ചില പ്ലാറ്റ്ഫോംസ് ഫെയിലായി പോകാറുണ്ട്. ടെക്നോളജി എങ്ങനെയാണ് നമ്മളെ ആകർഷിക്കുന്നത്, അതിൻ്റെ പിന്നിൽ ഒരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്കാണ് ഹുക്ക് മോഡൽ. ഹുക്ക് മോഡൽ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിയർ ഇയാൾ എഴുതിയിട്ടുള്ള ഹുക്ക്ഡ് എന്ന് പറയുന്ന ഒരു പുസ്തകം വായിച്ചാൽ മതി അല്ലേ. ഇന്ന് തിരക്കൊടി ജീവിതത്തിൽ എല്ലാവർക്കും വായിക്കാൻ സമയം കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള കുക്ക് എഫ്-എമ്മിൽ ഈ ഹുക്ക്ഡിൻ്റെ ഓഡിയോ ബുക്ക് അവൈലബിൾ ആണ്. കുക്ക് എഫ്-എമ്മിൽ 4000-ലധികം ഓഡിയോ ബുക്കുകൾ അവൈലബിൾ ആണ്. മാത്രമല്ല ദിനം പ്രതി ഓരോരോ മലയാളം കൃതികൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ വാർഷിക പരിസംഖ്യ എന്ന് പറയുന്നത് 399 രൂപയാണ്. പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് 50% ഡിസ്കൗണ്ട്, അതായത് 199 രൂപയ്ക്കുള്ള ഓഫർ ഇപ്പോൾ നിലവിലുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന കൂപ്പൺ കോഡായിട്ടുള്ള AMB50 എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ചാൽ മാത്രം മതി. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു ഹുക്ക് മോഡൽ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സംഭവം വേറെ ലെവലാണ്. 2008 ട്രായ്, അതായത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ, അതായത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഈ ടെലികമ്മ്യൂണിക്കേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ട്രായ് ഈ ഒരു DOT, അങ്ങനെ ഷോർട്ട് ഫോമിൽ വിളിക്കുന്നത്, DOTക്ക് ഒരു നിർദ്ദേശം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇന്റർനെറ്റ് വരാൻ പോവുകയാണ്. അപ്പോൾ ഇന്റർനെറ്റ് കോളൊക്കെ 2008 മുതലേ പതുക്കെ വരുമല്ലോ. അപ്പോൾ ട്രായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റർനെറ്റ് കോളും ചാർജ് ചെയ്യപ്പെടണമെന്നും പറഞ്ഞിട്ട്, അതിനും പൈസ ഈടാക്കണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അന്ന് ഈ ഒരു DOT വലിയ കാര്യമൊന്നും നോക്കിയില്ല. കാരണം അന്ന് ഈ പറയുന്ന 2G അല്ലെങ്കിൽ 3G ഒക്കെ വരുന്ന ഒരു കാലഘട്ടമാണല്ലോ. അത് വെച്ചിട്ടൊക്കെ ആര് വിളിക്കാൻ. പിന്നെ കുറച്ച് പേർക്ക് ബ്രോഡ്ബാൻഡ് ഒക്കെ ഉണ്ട്, അപ്പോൾ അത് കാര്യമാക്കില്ലല്ലോ. പക്ഷേ ഇന്ന് തിരിച്ചൊരു സംഭവം നടക്കുകയാണ്. 2008 ട്രായ് DOTക്ക് ഒരു നോട്ടീസ് അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊടുക്കുന്നതല്ലേ. ഇന്ന് അതായത് 2022 കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് DOT, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ടെലികോം ഡിപ്പാർട്ട്മെന്റ്, തിരിച്ച് ട്രായിയോട് ഇതിനൊരു 2008 മറുപടി എന്നോണം ഒരു കാര്യം ഇങ്ങനെ ചോദിക്കുകയാണ്. നമുക്ക് ഈ ഒരു ഇൻ്റർനെറ്റ് കോൾസ് ഒക്കെ റെഗുലേറ്റ് ചെയ്താൽ എന്താ എന്നുള്ളതാണ് ആ ഒരു ട്രായ്ക്ക് കൊടുത്തിട്ടുള്ള നോട്ടീസിലെ സാരാംശം. അതായത് നമ്മുടെ കേന്ദ്ര ടെലികോം അതോറിറ്റിയും ഇതിങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്, ഈ ഒരു ഇൻ്റർനെറ്റ് കോൾസൊക്കെ റെഗുലേറ്റ് ചെയ്യണം, അത് ചാർജബിൾ ആക്കണോ വേണ്ടയോ തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ട്രായിയോട്, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയോട് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ സാധാരണ നമ്മുടെ ഈ ഒരു ഫോൺ കോൾസ് ഉണ്ടല്ലോ, നമ്മൾ നോർമലായിട്ട് വിളിക്കുന്ന കോളുകളെ അപേക്ഷിച്ച് ഇൻ്റർനെറ്റ് കോളുകൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ടെക്നോളജി മാറുമ്പോൾ അങ്ങനെയാണല്ലേ. ടെക്നോളജിയുടെ കുത്തൊഴുക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ മാറ്റിമറിക്കപ്പെട്ടിരിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ഇല്ലാണ്ടായിരിക്കുന്നു. തീർച്ചയായിട്ടും ആ ഒരു മാറ്റം അനിവാര്യം തന്നെയാണ്. ഇങ്ങനെ വന്നപ്പോഴേക്കും നമ്മുടെ
ഈ ഒരു സേവനദാതാക്കൾക്ക് നമ്മുടെ സിം കമ്പനീസ് ഉണ്ടല്ലോ, ഓപ്പറേറ്റേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് കോളൊന്നും അതിലൂടെ ഡയറക്റ്റ് കോളൊന്നും വിളിക്കാൻ ആൾക്കാർ കുറഞ്ഞു. അപ്പോൾ എന്താ സംഭവിക്കുക? അവർ വലിയ നഷ്ടത്തിലേക്ക് പോവുകയാണ്. മാത്രമല്ല പലരും പല കമ്പനീസും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ വോഡാഫോണിൻ്റെയും ഐഡിയയുടെയും കാര്യം നോക്കുവാണെങ്കിൽ ഈ ഒരു നഷ്ടം കാരണം അവർ ഒന്നായാലും VI എന്നും പറഞ്ഞാണ് ഇപ്പോൾ വിൽക്കുന്നത്. അതൊക്കെ പ്രധാനമായിട്ട് ജിയോയുടെ വരവോട് കൂടിയിട്ടാണ്. അപ്പോൾ ജിയോയുടെ ഒരു കോമ്പറ്റീഷനും ഉണ്ട്, മറിച്ച് ഈ ഒരു കോളുകളും ആൾക്കാർ സിമ്മിലൂടെ വിളിക്കാതായപ്പോഴേക്കും ഇത് മൊത്തത്തിൽ തകർന്നില്ലാണ്ടാവും, നാമാവശേഷമാകുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ മറ്റ് സേവനദാതാക്കളുടെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു പ്രഷറും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പുറത്ത് ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാം. അല്ലെങ്കിൽ അതൊരു മാറ്ററായിട്ട് പ്രഷർ ഉണ്ട് അങ്ങനെ നമുക്ക് ചിന്തിക്കേണ്ട. ഇവരെ സംബന്ധിക്കുന്ന കാര്യം നമ്മുടെ ഗവൺമെൻറ് നോക്കണമല്ലോ. അവരും വലിയൊരു നഷ്ടത്തിൽ, രാജ്യത്ത് ഒരുപാട് സേവനം നടത്തിയിട്ടുള്ള കമ്പനീസാണ്. അപ്പോൾ അവർ നേരിടുന്ന ഒരു ക്രൈസിസ് നമ്മുടെ ഗവൺമെൻറ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിനൊരു പരിഹാരം ബദൽ പോലെയാണ് നമ്മുടെ ട്രായോട് ഇപ്പോൾ DOT ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഓൺലൈൻ കോൾസ്, ഈ ഒരു ഇൻ്റർനെറ്റ് കോൾസ് ഇപ്പോൾ വാട്സാപ്പിലൂടെ നമ്മൾ വിളിക്കാറുണ്ടല്ലോ, അതുപോലെ ടെലഗ്രാം, മറ്റ് സിഗ്നൽ, ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ അതുപോലത്തെ ഓൺലൈൻ ആപ്പുകളിലൂടെ വിളിക്കുന്ന കോളുകൾ റെഗുലേറ്റ് ചെയ്താലോ എന്നുള്ളത്. അങ്ങനെ റെഗുലേറ്റീവ് ആണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു കോളുകൾ ചാർജ് ചെയ്യപ്പെടാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വാട്സാപ്പൊക്കെ നമ്മൾ ഗ്രൂപ്പ് കോളൊക്കെ എത്ര മണിക്കൂറാണ് വിളിക്കുന്നത്, നല്ല ഓഡിയോ ക്ലാരിറ്റിയിൽ എന്ത് അടിപൊളിയായിട്ട് വിളിക്കാമല്ലേ. ടെക്നോളജി അങ്ങനെയാണ്, ടെക്നോളജി മാറുന്തോറും കാലത്തിനകത്ത് കോലവും മാറും, അതിന് മാറ്റമൊന്നും ഇല്ലല്ലേ. പക്ഷേ ഇതൊക്കെ ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിനെ പറ്റിയിട്ട് കൂടുതൽ അപ്ഡേറ്റ് ഒക്കെ വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റത്തുള്ളൂ. ഇനി പറയാൻ പോകുന്നത് നമ്മുടെ വാട്സാപ്പിൽ കുറച്ച് പുതിയ അപ്ഡേറ്റ് വാട്സാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ വാട്സാപ്പിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, പണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ടായിരുന്നല്ലേ. ഓർക്കൂട്ട് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഫേസ്ബുക്ക് വന്നു. ഫേസ്ബുക്ക് വ്യാപകമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. പക്ഷേ പിന്നീട് പതുക്കെ ഈ ഒരു യുവജനങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് അധികം വിട്ടിട്ട്, അതായത് പണ്ട് കംപ്ലീറ്റ് ഫേസ്ബുക്കിലായിരുന്നവരൊക്കെ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. ഓർക്കൂട്ടൊക്കെ അങ്ങോട്ട് പൂട്ടിപ്പോവുകയാണ്. അതുപോലെ തന്നെ കുറച്ച് പൊളിറ്റിക്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു കറണ്ട് അഫയേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ട്വിറ്ററിലേക്ക് പോവുകയാണ്. ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ലിങ്ക്ഡിനിലേക്ക് പോവുകയാണ്. അങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ, ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ, ഇതിനൊപ്പം തന്നെ പല മെസ്സേജിങ് ആപ്പുകളും വന്നു. ഇപ്പോൾ ഹൈക്ക് എന്ന് പറയുന്ന ആപ്പ് ഉണ്ടായിരുന്നു. ടെലഗ്രാം, അത് ഇന്ന് ഏറ്റവും കൂടുതൽ ഫേമസ് ആവുന്നത് ഈ ഒരു സിനിമാസും സീരീസൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ ഒരു മെസ്സേജിങ് പ്ലാറ്റ്ഫോമായിട്ട് നിങ്ങൾ എത്ര പേര് ടെലഗ്രാം യൂസ് ചെയ്യാറുണ്ട് ഒന്ന് പറഞ്ഞില്ല. ഇല്ലെങ്കിൽ അതും ഔട്ട്ഡേറ്റഡ് ആയി പോയാൽ, ഇത്ര വലിയൊരു ഈ സിനിമ ഫയൽ ഷെയറിംഗ് സംവിധാനം അതിൻ്റെ ഇല്ലായിരുന്നെങ്കിൽ. അതിനോടൊപ്പം ഒരുപാട് മെസ്സേജിങ് ആപ്പുകൾ വന്നിട്ടുണ്ട്, അതെല്ലാം ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. പക്ഷേ വാട്സാപ്പ് മാത്രം എന്താണ് ഔട്ട്ഡേറ്റഡ് ആകാത്തതെന്ന് നോക്കുകയാണെങ്കിൽ, അത് ഓരോ ഘട്ടങ്ങളിലും വളരെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. പണ്ടൊരു കാലത്ത് അതിൻ്റെ ഓഡിയോ മെസ്സേജ് പോലും അയക്കാൻ പറ്റത്തില്ലായിരുന്നു വാട്സാപ്പിൽ. അവർ ഓഡിയോ മെസ്സേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, പതുക്കെ ഈ ഒരു ഓഡിയോ കോൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, വീഡിയോ കോൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, സ്റ്റാറ്റസ് ഇടാനുള്ള പരിപാടി ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഗ്രൂപ്പ് ഓഡിയോ കോൾ, വീഡിയോ കോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ, സ്റ്റിക്കേഴ്സ്, GIF, എല്ലാ തരത്തിലും ഏതൊരു ആപ്പ് പുതിയൊരു സംവിധാനം അവരുടെ ആപ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വാട്സാപ്പ് നേരെ കോപ്പി അടിക്കും എന്ന് വേണം തന്നെ സത്യം പറയാൻ. അങ്ങനെ തന്നെയാണ് ഈ ഒരു ഓഡിയോ മെസ്സേജ് ഒക്കെ അയക്കാൻ പറ്റുന്ന പണ്ട് ഒരു ചൈനയുടെ WeChat എന്നൊക്കെ പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു ആപ്പായിരുന്നു ഞാൻ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പിന്നീട് വാട്സാപ്പിലേക്കൊക്കെ വന്നത്. പിന്നെ കോളായി, വീഡിയോ കോളായി, അങ്ങനെ എല്ലാത്തരം മാറ്റങ്ങൾ വന്നല്ലേ. അപ്പോൾ ഇതാണ് ഇവരുടെ പ്രധാന പരിപാടി, അത് നിലനിൽക്കാനായിട്ട്. അതായത് ടെക്നോളജിയുടെയും കാലത്തിൻ്റെ മാറ്റത്തിൻ്റെയും പൾസ് അറിഞ്ഞ് വാട്സാപ്പ് കളിക്കുന്നു എന്നുള്ളതാണ് അവരുടെ വിജയത്തിൻ്റെ പിന്നിൽ ലക്ഷ്യം. അല്ലാതെ വാട്സാപ്പിൽ ഇപ്പോഴും ഓഡിയോ വീഡിയോ കോളില്ല, മറ്റൊരു ആപ്പിൽ ഇതെല്ലാം അവൈലബിൾ ആണെങ്കിൽ ഓക്കെ, ആൾക്കാർ പതുക്കെ അങ്ങോട്ട് പോകുമല്ലേ. അപ്പോൾ അതൊന്നും ഇല്ലാതെ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ വാട്സാപ്പിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സ്, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അപ്ഡേറ്റ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർ. പുതിയ അപ്ഡേറ്റ്സ് കുറേ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ചിലതൊക്കെ നിലവിൽ വന്നു, ചിലതൊക്കെ വരാൻ പോകുന്നു, കുറച്ച് നാൾക്കുള്ളിൽ വരാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. എന്തായാലും ആ ഒരു അപ്ഡേറ്റുകളെ പറ്റിയിട്ടാണ് ഇന്ന് ബാക്കി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യത്തെ 3 അപ്ഡേറ്റുകൾ പ്രൈവസി അപ്ഡേറ്റുകളാണ്. അതായത് നമ്മുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ടുള്ള അപ്ഡേറ്റാണ്. ഒന്നാമത്തെ അപ്ഡേറ്റ് നമ്മളെല്ലാവരും ഒരുപാട് കാത്തിരുന്ന ഒരു സാധനമാണ്. അതായത് വാട്സാപ്പിൽ കയറുമ്പോൾ നമ്മൾ പലരും നേരിട്ടിട്ടുള്ളൊരു പ്രശ്നമാണ്. അതായത് നമ്മൾ വിചാരിക്കുന്ന ഒരു പർട്ടിക്കുലർ ആളുണ്ടാകും, ഒരാളായിരിക്കും ചിലപ്പോൾ. അയാൾ നമ്മൾ ഓൺലൈൻ നിൽക്കണം കാണരുത് നമ്മൾ വിചാരിക്കുമല്ലേ. നമ്മൾ കയറുമ്പോഴേക്കും അയാൾ ഓൺലൈൻ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിരിക്കും. ഒരു സിമ്പിൾ തമാശയ്ക്കുള്ളൊരു ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മളൊരു സ്റ്റുഡൻ്റാണ്, നമ്മുടെ മിസ് അസൈൻമെൻറ്റ് തന്നിട്ടുണ്ട്, നമ്മുടെ ടീച്ചർ അസൈൻമെൻറ്റ് തന്നിട്ടുണ്ട്, നമ്മൾ എഴുതി കൊടുക്കുന്നൊന്നുമില്ല, ടീച്ചർ അയക്കുന്ന മെസ്സേജ് നമ്മൾ റീഡ് ചെയ്യുന്നൊന്നുമില്ല മനഃപൂർവ്വം. എന്നിട്ട് ടീച്ചർ നോക്കുമ്പോഴേക്കും നമ്മൾ ഓൺലൈൻ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണല്ലോ. ടീച്ചറിന് മനസ്സിലാവും ഇവൻ ടീച്ചറിനെ കളിപ്പിക്കുകയെന്നല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും ടീച്ചർ ഓൺലൈൻ കയറുന്ന കാണരുതെന്ന്, നമ്മൾ കയറുന്ന കാണരുതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റാണ്. നമ്മുടെ ഓൺലൈൻ സ്റ്റാറ്റസ് നമുക്ക് ഹൈഡ് ചെയ്യും. ഇപ്പോൾ നമ്മൾ സാധാരണ സ്റ്റാറ്റസ് ഹൈഡ് ചെയ്യാറില്ലേ, ഇത്രയും പേര് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഓൺലൈൻ സ്റ്റാറ്റസ് ഹൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് ഇഷ്ടമുള്ളവർ മാത്രം നമ്മൾ ഓൺലൈൻ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ആൾക്കാരെ ബ്ലോക്ക് ചെയ്ത് വെക്കാം,
നമ്മുടെ പ്രൈവസി സെറ്റിംഗ്സ് ബാക്കിയെല്ലാം ചെയ്യുന്ന പോലെ തന്നെ. രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്സാപ്പിൽ വൺ ടൈം വ്യൂ ആയിട്ട് ഫോട്ടോസ് അയക്കുമല്ലോ. പക്ഷേ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടൈം വ്യൂ ആയിട്ട് ഫോട്ടോസ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ടും സ്ക്രീൻ റെക്കോർഡൊക്കെ ആൾക്കാർക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വൺ ടൈം വ്യൂ ആയിട്ട് ഫോട്ടോ അയച്ചു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ പോകും. സ്നാപ്ചാറ്റിൽ അത് നടക്കത്തേയില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളതല്ലേ. പക്ഷേ വാട്സാപ്പിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഫോട്ടോ ആണെങ്കിലും അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാമല്ലോ. സ്ക്രീൻഷോട്ടും സ്ക്രീൻ റെക്കോർഡും പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ അപ്ഡേറ്റ്. മൂന്നാമത്തെ പ്രധാന അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ പിടിച്ച് ചിലവർ ആഡ് ചെയ്യല്ലേ. ഫാമിലി ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇതായിരിക്കും. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി പോന്നാൽ മതി എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ടല്ലേ. അങ്ങനെ തോന്നുമ്പോഴേക്കും അങ്ങനെ ഇറങ്ങി പോകുമ്പോഴേ എന്താ സംഭവിക്കുക? ദിസ് പേഴ്സൺ ലെഫ്റ്റ് ദ ചാറ്റ് എന്നും പറഞ്ഞ് ലെഫ്റ്റ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ പേര് എഴുതി കാണിക്കുമല്ലേ. പക്ഷേ ഇനി മുതൽ നമ്മളൊരു ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ലെഫ്റ്റ് എന്നും പറഞ്ഞിട്ട് എങ്ങനെ എഴുതി പബ്ലിക്കായിട്ട് എഴുതി കാണിക്കത്തില്ല എന്നൊരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇനി കുറച്ച് കാര്യങ്ങളൂടെ പറയാം. അത് വാട്സാപ്പിൻ്റെ ചില ഇപ്പോൾ ഐഫോൺ വെർഷനുകളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന സംഭവങ്ങളൊക്കെയാണ്. അതൊരു 10 കൂടെയുണ്ട്. എന്താ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ വാട്സാപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സാധനമാണ്. നമ്മൾ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരാൾക്ക് തെറ്റായിട്ടുള്ള അബദ്ധത്തിൽ വല്ല മെസ്സേജോ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ അയച്ചു പോയി കഴിഞ്ഞാൽ ഡിലീറ്റ് ഫോർ എവരി വൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അത് അയച്ചു കഴിഞ്ഞാൽ അവരുടെ ചാറ്റിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെട്ടോളും. പക്ഷേ നമ്മൾ പല ട്രോളുകളൊക്കെ കണ്ടിട്ടുള്ള അവസ്ഥയാണ്. നമ്മുടെ ഏതെങ്കിലും ഗ്രൂപ്പിലേക്ക് നമ്മൾ അയച്ച വീഡിയോ മാറിപ്പോയി, വേറെ ഏതെങ്കിലുമൊക്കെ വീഡിയോ ആയിപ്പോയി. ആ വെപ്രാളത്തിൽ ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുക്കുന്നതിന് പകരം ഡിലീറ്റ് ഫോർ മീ കൊടുത്തു കഴിഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലേ. നമ്മൾ ട്രാപ്പായി. പക്ഷേ ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അബദ്ധത്തിൽ ഡിലീറ്റ് ഫോർ മീ കൊടുക്കുകയാണ്. ഒരു 10-20 സെക്കൻഡിനുള്ളിൽ നമുക്കത് അൺഡോ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അബദ്ധത്തിൽ പോലും ഡിലീറ്റ് ഫോർ മീ ആ വെപ്രാളത്തിൽ അടിച്ചു പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ നമ്മുടെ ലൈഫ് സേവറായിട്ട് പുതിയൊരു അപ്ഡേറ്റ് സംഭവം മനസ്സിലായല്ലോ. അത് അൺഡോ ചെയ്തിട്ട് ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുത്ത് നമുക്ക് ആ ഒരു സീനിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പുതിയ അപ്ഡേറ്റ്. പക്ഷേ ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ ഓൺ ദ സെക്കൻഡ് തന്നെ എപ്പോഴും ആരെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ മെസ്സേജ് അയക്കുന്നത് മാറിപ്പോകാതിരിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഒരു മെസ്സേജ് മതി നമ്മുടെ ജീവിതം മാറാം. മെസ്സേജ് എന്ന് ഉദ്ദേശിച്ചത് ടെക്സ്റ്റ് ആകാം, വീഡിയോ ആകാം, ഫോട്ടോ ആകാം അല്ലേ. അയ്യോ, ഫാമിലി ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ പണി വാളി. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് സ്റ്റോറി പോളായിട്ട് ഇടാം, സ്റ്റോറി ആയിട്ട് ഇടാൻ പറ്റുമല്ലേ. ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇടാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പുകളിൽ പോൾ ഇടാൻ പറ്റുമല്ലേ. വാട്സാപ്പിൽ ഇതുപോലത്തെ ഒരു സംവിധാനം വരുന്നുണ്ട്. നമുക്ക് സ്റ്റോറിയിൽ പോൾ ഇടാൻ പറ്റും. ഈ നമ്മൾ ഒരു ഡ്രസ്സ് കാണിച്ചിട്ട് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഏത് ഞാൻ എടുക്കണം, ആൾക്കാർക്ക് അത് വോട്ട് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയാണ്. അതായത് വാട്സാപ്പിൽ ഇപ്പോൾ ഗ്രൂപ്പ് ഉണ്ടല്ലോ. ഗ്രൂപ്പിൽ ഏകദേശം 512 ആൾക്കാരാണ് ഇപ്പോൾ നിലവിൽ ആഡ് ചെയ്യാൻ പറ്റുക. പക്ഷേ ഒരു സ്കൂളിന് ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളിന് എല്ലാ ഗ്രൂപ്പിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്തെടുക്കാൻ അങ്ങനെ സാധിക്കത്തൊന്നുമില്ലല്ലോ. ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രൈവറ്റ്ലി അവിടെ ഇരിക്കുന്നതായിരിക്കും. പക്ഷേ കമ്മ്യൂണിറ്റി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ എങ്ങനെയാണ് വലിയൊരു ഗ്രൂപ്പ് ആക്ട് ചെയ്യുന്നത്, ലക്ഷക്കണക്കിന് പേരുടെ ഗ്രൂപ്പൊക്കെ ആക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ്. അതായത് എല്ലാ ഗ്രൂപ്പുകളെയും ഒരു കമ്മ്യൂണിറ്റിക്ക് കീഴിൽ കൊണ്ടുവരാൻ പറ്റും. എന്നിട്ട് ആ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പിലേക്കെല്ലാം അത് ഫോർവേഡായി പോകുന്ന പോലെ. അതായത് ഒരു കമ്മ്യൂണിറ്റി അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ആ ഗ്രൂപ്പെല്ലാം ആക്ട് ചെയ്യും, അത്രയേ ഉള്ളൂ ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് അഡ്മിന് ഇതുപോലത്തെ മെസ്സേജുകൾ റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നത് ഒരുത്തൻ നല്ലതുപോലെ വെള്ളം അടിച്ചിട്ട് ഒരു ബോധം ഇല്ലാണ്ടൊരു മെസ്സേജ് അങ്ങോട്ട് ഗ്രൂപ്പിലിടും. അതെന്ന് പറയുന്നത് ഇവന് ബോധമില്ല, ഇവനെ വിളിച്ചാൽ പോലും കിട്ടത്തില്ല, ഡിലീറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാലല്ലേ. അപ്പം ആകെപ്പാടെ വിഷയമാകും. ഗ്രൂപ്പിൽ മറ്റുള്ളവരൊന്നും കാണാൻ പാടില്ലാത്ത സാധനമായിരിക്കും ഇവൻ ബോധമില്ലാതെ ഇടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ടാണ് വാട്സാപ്പ് പുതിയ അപ്ഡേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അഡ്മിന് ആ ഒരു മെസ്സേജ് റിമൂവ് ചെയ്യാം, മറ്റൊരാളയച്ച മെസ്സേജ് റിമൂവ് ചെയ്യാം. ഇതെന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ടെലഗ്രാമിലൊക്കെ ഉള്ള ഫീച്ചറാണ്. അതായത് ഒരാളുടെ മെസ്സേജ് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ അയാളെ ബ്ലോക്ക് ചെയ്യാം, ബോട്ട് സംവിധാനങ്ങളൊക്കെ ടെലഗ്രാമിലുള്ളതാണ്. അതാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. അഡ്മിൻ ആ മെസ്സേജ് റിമൂവ് ചെയ്യാം. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്സാപ്പിൽ കയറുമ്പോഴേക്കും എല്ലാ മെസ്സേജുകളും ഒരുമിച്ച് വന്ന് കിടക്കുന്നതല്ലേ. നമ്മുടെ കോൺടാക്റ്റ് ഇല്ലാത്തവരുടെയും കോൺടാക്റ്റ് ഉള്ളവരുടെയും ഗ്രൂപ്പുകളും ഇങ്ങനെ നിരന്നാവുന്ന കിടക്കുന്നത്. ഇതിന് മറ്റ് ഫിൽറ്ററുകളൊന്നുമില്ല. പക്ഷേ നമ്മളിപ്പോൾ വാട്സാപ്പ് ബിസിനസ് അല്ലെങ്കിൽ ജി ബി വാട്സാപ്പൊക്കെ ആണെങ്കിൽ ചാറ്റ്സ് ഉണ്ടാവും, ഇപ്പുറത്ത് ഗ്രൂപ്പ്സ് എന്നും പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും അല്ലേ. നമ്മുടെ സാധാരണ നോർമൽ വാട്സാപ്പിലൂടെ അങ്ങനത്തെ ഒരു ഫിൽറ്റർ വരികയാണ്. അതായത് ഒരുപാട് ഗ്രൂപ്പൊക്കെ മാനേജ് ചെയ്യുന്നവർക്ക് പേഴ്സണൽ ചാറ്റുകൾ മിസ്സായി പോകാറുണ്ടല്ലേ. അപ്പോൾ പേഴ്സണൽ ചാറ്റുകൾ ഒരു വിൻഡോയ്ക്ക് കീഴിൽ, ഗ്രൂപ്പ് ചാറ്റുകൾ മറ്റു വിൻഡോയ്ക്ക് കീഴിൽ, കോൺടാക്റ്റ് ഉള്ളവരുടെയും കോൺടാക്റ്റ് ഇല്ലാത്തവരുടെയൊക്കെ ഒരു ഫിൽറ്ററാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു അപ്ഗ്രേഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ നല്ലതാണ്. കാരണം നമ്മളിപ്പോൾ ടെലഗ്രാം ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും നമുക്ക് പല ഫോണിലും ഒരു അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാ ഫോണിലും ആ മെസ്സേജുകൾ റീഡ് ചെയ്യാൻ പറ്റും, പഴയ മെസ്സേജുകളെല്ലാം കാണാനും പറ്റും. പക്ഷേ വാട്സാപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ഒറ്റ ഫോണിൽ മാത്രമേ വാട്സാപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ ഫോണിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോണിൽ നിന്ന് ലോഗൗട്ടായി പോകും. പഴയ ചാറ്റൊന്നും അവിടെ വരത്തുമില്ല. അത് വരണമെങ്കിൽ നമ്മൾ ബാക്കപ്പ് ഒക്കെ ചെയ്തെടുക്കണം അല്ലേ. ആ ഒരു ബാക്കപ്പ് ഫയലൊക്കെ ബാക്കപ്പ് ചെയ്ത് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ്. പക്ഷേ ഈ അപ്ഡേറ്റ് പ്രകാരം പറയുന്നത് നമുക്ക് 2-3 ഫോൺസിൽ ഒരുമിച്ച് വാട്സാപ്പ് യൂസ് ചെയ്യാന്നുള്ള കാര്യമാണ്. അപ്പോൾ 2 ഫോൺസൊക്കെ ഉള്ളവർക്ക്
രണ്ടിലും വാട്സാപ്പ് ലോഗിൻ ചെയ്ത് സുഖമായിട്ട് ഉപയോഗിക്കാം, നമ്മുടെ ടെലഗ്രാമും ഇൻസ്റ്റാഗ്രാമും ഒക്കെ പോലെ എന്നാണ് പറയുന്നത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ടൈം ലിമിറ്റാണ്. നമുക്ക് ഈ ഡിലീറ്റ് ഫോർ എവരി വൺ അടിക്കാനുള്ളൊരു ടൈം ലിമിറ്റ് ഉണ്ടല്ലോ, ഒരു 2 മണിക്കൂറൊക്കെ ആയിരുന്നു ഇതുവരെയുള്ള ടൈം ലിമിറ്റ് എന്ന് തോന്നുന്നു. പക്ഷേ അത് നിലവിൽ 2 ദിവസമാക്കിയിട്ടുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും ഓൾറെഡി അത് വന്നു കഴിഞ്ഞു. അടുത്തൊരു അപ്ഡേറ്റ് ഒരു പ്രശ്നമായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ എല്ലായിടത്തും റീൽസ്, ഷോർട്സ് വീഡിയോസ്, മറ്റേ ടിക്ടോക്ക് ടൈപ്പ് വീഡിയോസിൻ്റെ അതിപ്രസരമാണല്ലോ. വാട്സാപ്പിൽ മാത്രമാണൊന്ന് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസ് വരെ ഫേസ്ബുക്ക് വരാൻ തുടങ്ങി, ഫേസ്ബുക്കിലെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ പോകാൻ തുടങ്ങി. ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് വാട്സാപ്പിലൂടെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം റീൽസ് വരുമെന്നാണ്. കാരണം വാട്സാപ്പ്, ഫേസ്ബുക്ക്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം എന്നുള്ളത് മെറ്റ എന്ന് പറയുന്ന ഒന്നിൻ്റെ കീഴിലാക്കിയല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇൻ്റർ കണക്ട് ചെയ്തിട്ട് ആ റീൽസിൻ്റെ ഒരു ഓപ്ഷൻ കൂടി ഇവിടെ വരും എന്നുള്ള കാര്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് വൃത്തികേടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. ഇതിൻ്റെ അകത്ത് മാത്രമേ അത് ഇല്ലാതെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ അകത്തൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെസ്സേജിങ് എക്സ്പീരിയൻസിനെ അത് ബാധിക്കും. ഇതിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം മാറിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വൈബ് നഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ആണ്. നമ്മുടെ പല ആപ്പുകൾ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലൂടെ നമുക്ക് ഇൻഷുറൻസ് ബൈ ചെയ്യാൻ പറ്റും, ആമസോണിലൂടെ ഇൻഷുറൻസ് ബൈ ചെയ്യാൻ പറ്റും, അല്ലെ നമ്മുടെ ഹെൽത്ത് ആണെങ്കിലും വെഹിക്കിൾ ഇൻഷുറൻസ്, പ്രധാനമായിട്ട് ഹെൽത്ത് തന്നെയാണ്. അതുപോലെ തന്നെ വാട്സാപ്പിൽ ഇൻഷുറൻസ് പരിപാടികൾ വരുന്നു എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. പ്രധാനം ഹെൽത്ത് തന്നെയാണ്. അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിലെ സ്റ്റോറിക്ക് റിയാക്ഷൻ കൊടുക്കാൻ പറ്റുമല്ലേ, മറ്റേ ലവ് സിമ്പിൾ, ലൈക്ക്, അങ്ങനെയൊക്കെ അല്ലേ. പക്ഷേ വാട്സാപ്പിൽ നമുക്ക് റിപ്ലൈ ആയിട്ട് അയക്കാൻ പറ്റും, പക്ഷേ റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ നെക്കിപ്പിടിച്ച് റിയാക്ട് ചെയ്യുന്ന ഒരു സംഭവം കൂടെ വാട്സാപ്പിൽ വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഒരു അപ്ഡേറ്റ് കൂടെ പറയുകയാണെങ്കിൽ അവതാർസ്, നമുക്കിപ്പോൾ ഇൻസ്റ്റഗ്രാമിലും അല്ലെങ്കിൽ സ്നാപ്ചാറ്റിലാണെങ്കിലും ഒക്കെ നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് അവതാർസ് ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു ലോഗോ പോലത്തെ സാധനമല്ല, അതും വാട്സാപ്പിൽ വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വാട്സാപ്പിലെ അപ്ഡേറ്റ്സ്. നമുക്ക് വാട്സാപ്പ് എന്ന് പറയുന്നത് അതല്ലേ ഭയങ്കര സംഭവം, എത്ര നാളായി കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നു. പക്ഷേ അതില്ലാണ്ട് പറ്റത്തില്ല. ഇന്ന് കാര്യങ്ങളെല്ലാം അതിലൂടെ മാറിയിരിക്കുകയല്ലേ. ജസ്റ്റ് അല്ല, ഒരുപാട് വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ. Madappally signing out.